എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ വൈറൽ ആവാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ബിഗ് ബോസിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളുണ്ടല്ലോ, അത് കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോവും. ശരിക്കും പറയാതിരിക്കാനാണെങ്കിൽ തോന്നില്ല, വല്ലാണ്ട് ശ്വാസം മുട്ടും ഇതൊക്കെ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുമ്പോൾ. പ്രതികരിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ആളുകൾക്ക് കുരുവും പൊട്ടും. പക്ഷെ എന്ത് ചെയ്യാനൊക്കും, ശ്വാസം മുട്ടുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അങ്ങ് തുറന്നു പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അഭിലാഷ് തട്ടയം എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ. അപ്പോൾ പുള്ളി കുറേ നാളായിട്ട് കിടന്ന് വൈറൽ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. പുള്ളിക്കാരനാണെങ്കിൽ ആൽബം ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആൽബത്തിലുള്ളത് കുറച്ചധികം ആൻറ്റിമാരെ വെച്ചിട്ടാണ് അദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേസമയം ഈ ആൻറ്റിമാരാണെങ്കിലുണ്ടല്ലോ വൈറൽ ആവാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കാനും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്തരത്തിൽ നിൽക്കുന്ന ഒരു ആൻറ്റിയെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും ആൻറ്റി ആണെങ്കിൽ പറയുന്നത് ആൻറ്റിയുടെ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഹസ്ബൻഡിൻ്റെ ആളുകൾക്കായാലും ഹസ്ബൻഡിനായാലും പുള്ളിക്കാരത്തി ഇത്തരത്തിൽ പോകുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല. അതിൻ്റെ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള വീട്ടിലുള്ള ആളാണ്. ഇത് പുള്ളിക്കാരത്തി ഒരു പാഷനായിട്ട് മാത്രം ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് പുള്ളിക്കാരത്തി പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ലിപ് ലോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന ആ ഒരു യുവ പ്രതിഭയും ഈ പുള്ളിക്കാരത്തെയും കൂടി ചേർന്നിട്ടുള്ള ഒരു ലിപ് ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട് ഇവർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. എന്തായാലും നമുക്ക് ഇതിലൂടെ ആ ഒരു ലിപ് ലോക്കിൻ്റെ ആ ഒരു സംഭവം ഞാൻ ഇതിനകത്ത് കാണിച്ചേക്കാം. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പോക്കൃത്തരം കാണിച്ചതിന് ശേഷം എന്നാ ചോദിക്കുക, ഇത് പോക്കൃത്തരമാണോ? എത്രയോ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് വീഡിയോയിലൊക്കെ വന്നിട്ടെന്ന്. അങ്ങനെ വീഡിയോയിലൊക്കെ വന്നിട്ട് പല ആർട്ടിസ്റ്റുകളും ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഇത് തന്നെ പറയും. അപ്പോൾ ഇഷ്ടമുള്ളവർ ക്ലാപ്പ് ചെയ്യും, ഇഷ്ടമില്ലാത്തവർ വിമർശിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം പിന്നീട് ഇതിൽ ഇവർക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പ്ലാൻ ഒന്ന് മാറ്റി പിടിക്കാനായിട്ട് രണ്ടുപേരും തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ സൈബർ ബുള്ളിങ് ഒക്കെ നേരിടാനായിട്ട് തുടങ്ങി. അങ്ങനെ വൻപിച്ച സൈബർ ബുള്ളിങ് നേരിട്ടുകൊണ്ടിരുന്നപ്പം ഒരു എക്സ്പ്ലനേഷനുമായിട്ട് രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട്. അവര് നമ്മളെ തെറ്റിദ്ധരിച്ചതാണ്, ക്യാമറ ട്രിക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡെമോയാണ് ഇവർ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അതായത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്, അത്തരത്തിലുള്ള സംഭവമൊന്നും ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ഡെമോ കാണിക്കുകയാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഡെമോ കണ്ടിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ കാണിച്ച സംഭവം ഉണ്ടല്ലോ, ആ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുക. ഇന്നലെ ലിപ് ലോക്ക് ചെയ്തല്ലോ, ആ ലിപ് ലോക്ക് ചെയ്താണോ അല്ലെന്ന് പ്രേക്ഷകർ വിധി എഴുതണല്ലോ. അത് ക്യാമറ ട്രിക്കാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാവുള്ള സിനിമകളെ നമ്മൾ ചെയ്ത്. അപ്പൊ ഞങ്ങളത് കാണിച്ചു തരാം സുനി. അപ്പൊ ഞങ്ങള് ഒരു പാട്ടിലൂടെ കാണിക്കാം. ചന്ത് കുടഞ്ഞൊരു സൂര്യന്മാരത്ത് പൊട്ടു തൊടുന്നൊരു തീരം കവിളത്ത് എന്നിലെ എന്നെ എളിഞ്ഞവളേ. എന്നാട്ടാ എന്റെ പൊന്നേട്ടാ, ഒറിജിനാലിറ്റി അല്ലത് ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഞാൻ പറഞ്ഞല്ലോ ഫിലിം വെട്ടിക്കയറ്റി ഉള്ള സംഭവമാണെന്ന് പറഞ്ഞല്ലോ. ഒറിജിനാലിറ്റി ഒന്നും ചിലപ്പോ മനസ്സിലായില്ലേ, ഫിലിമാണത്, അല്ലാണ്ട് ഞങ്ങൾ ഉമ്മ കൊടുത്തതല്ല അത്. ഇവര് മണ്ടന്മാരായിരിക്കാം, ഇവരെ പോലുള്ള കഴുതകളാണ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നത് വളരെയധികം ബുദ്ധിശൂന്യതയാണെന്നേ പറയാൻ പറ്റൂ. ഇവർ തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട്, അതായത് ഈ ഒരു പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ ഹോബിയാണ് ഈ പറയുന്നത് പോലുള്ള സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹം മറ്റൊരു പെൺകുട്ടിയെ, ആ ഒരു പെൺകുട്ടിയുടെ പേര് നിഷ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇതുപോലെ ഒരു റീൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റീൽസിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഹസനം ഇയാൾ കാഴ്ചവെച്ചു. അപ്പോൾ അതിന് മറുപടിയുമായിട്ടാണ് ഈ നിഷ എന്ന് പറയുന്ന വ്യക്തി വന്നിരിക്കുന്നത്. ഇവിടെ ആ ഒരു പെൺകുട്ടി പറയുന്നത്, പെൺകുട്ടിയുടെ സഹോദരി ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും അവർ ശരിക്കും അത് ഒരു റിയലായിട്ട് തന്നെ പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും അവർ പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം. ഹായ് നിഷ,
നമസ്കാരം. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, എന്താണ് മൂഡ് ഔട്ടായിട്ട് എന്ത് പറ്റി? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഈ ഉമ്മ കുറെ ലിപ് ലോക്ക് സീനും ഒക്കെ. എന്റെ പൊന്നു നിഷ, അതൊക്കെ തീർന്നില്ലേ? കാരണം എന്ന് വെച്ചാൽ അതിനെ കുറിച്ച് പറഞ്ഞു എന്റെ കൂട്ടുകാരെ നിങ്ങൾ തല്ലിക്കൊല്ലാനിരിക്കുക. അല്ലെ, ചേച്ചിക്ക് വരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം മനസ്സിലായി, ചേച്ചി മാത്രമല്ല ഒരുപാട് പേര്. നമ്മളൊക്കെ നല്ല സൗഹൃദത്തിൽ തീർച്ചയായിട്ടും. അല്ല, ഞാനൊരു കാര്യം പറയാം, നിഷ എടുത്തൊരു കാര്യം പറയാം. കാരണം വെച്ചാൽ അത് സംഭവിച്ചത് എന്താണെന്നുള്ള പ്രേക്ഷകർ അറിയണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ രേണു ചേച്ചിയുടെ വീട്ടിൽ, രേണുസുധിയുടെ വീട്ടിൽ വെച്ച് പെരേര ഡാൻസ് കളിച്ചു. അപ്പോൾ ഒരു ചർച്ചാ വിഷയമായി. അത് ബിഗ് ബോസിലാവും വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് പേര്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ഒരു സംസാര വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമാണ് ബിഗ് ബോസിൽ വരാൻ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ സംഭവിച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്കതിനെ പറ്റിയുള്ളൊരു തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്താണല്ലോ നിഷ തന്നെ പറഞ്ഞപ്പോഴും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ സുമേഷ് കുട്ട്ലക്ക് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, പിന്നെ അതുപോലെ നമ്മുടെ അൻവർ ആലുവ ഒരു സിംഗറാണ്, അദ്ദേഹം നല്ല കാര്യങ്ങൾ പറഞ്ഞു, മാഹിൻ മാറ്റർ പറഞ്ഞു, അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഷോക്കായി പോയി. ഒരുപാട് ഫ്രണ്ട്സ് ലിപ് ലോക്കിന്റെ സീന് കണ്ടിട്ട് എന്റെ ചേച്ചി എനിക്ക് വോയിസ് ഇട്ടു, എന്നെ ആട്ടത്തെ കണ്ട തല്ലിക്കൊല്ലുന്നത്. ആയിക്കോട്ടെ, ഓക്കെ, അതായത് ഓക്കെ, കാരണം തീർച്ചയായും പ്രതികരിക്കും. കാരണം അപ്പോൾ എന്തായാലും ഞാൻ ഇനി പോലെ ഇല്ല വീഡിയോ ചെയ്യും. വീഡിയോ എന്ന് പറഞ്ഞാൽ കോമഡി വീഡിയോ, പാട്ട് പാടും, ഇല്ല വീഡിയോ ചെയ്യും. നമ്മൾ അതുപോലത്തെ വളരെ സാധനങ്ങൾ ചെയ്യില്ല. നല്ല വീഡിയോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കോമഡി പരമായിട്ടുള്ള എന്തെങ്കിലും വേണം. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന റീച്ച് വേണമല്ലോ. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അത്ര മാത്രമേ ചെയ്യുള്ളൂ. എന്നാലും നിങ്ങളുടെ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിഗ് ബോസിൽ വരുമെന്ന് പ്രതീക്ഷ ചെയ്താണ്. പക്ഷേ ഓക്കെ, എല്ലാവരും തെറ്റിദ്ധാരണ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, തെറ്റ് തിരുത്തി പറയുന്നവനാണ് മനുഷ്യൻ അല്ലേ. എനിക്ക് പറ്റിയൊരു തെറ്റ് ഞാൻ തിരുത്തി പറയുന്നു, അത് സമ്മതിക്കുന്നു, തെറ്റായിട്ട് സമ്മതിക്കുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നല്ല വീഡിയോസായിട്ട് വരുന്നതാണ്. നല്ല ശരിക്കും ഇയാൾ കാട്ടിക്കൂട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുപ്പ് തോന്നും. ഇദ്ദേഹത്തിൻ്റെ ആൽബങ്ങളിലായാലും റീൽസുകളിലായാലും ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആൻറ്റിമാർ തന്നെയാണ്. ആൻറ്റിമാരെ കണ്ടന്റ് ആക്കിക്കൊണ്ടാണ് പുള്ളിക്കാരൻ മുന്നോട്ട് പോകുന്നത്. ആൻറ്റിമാർക്ക് ആകുമ്പോൾ സാലറിയൊന്നും കൊടുക്കണ്ട, വൈറലാവാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് രേണുസുധി വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുപോലെ വൈറലായി എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ ചാടി കയറിക്കൊള്ളാൻ വയ്യാഞ്ഞ് കുറേ മരവാഴകൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ആൻറ്റിമാരാണ് ഇവരുടെ റീൽസിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആൻറ്റിമാരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായിക്കൊള്ളാൻ വയ്യാഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേയധികം വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിനകം വച്ച് തന്നെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇയാളുടെ ആ ഒരു ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു പുള്ളിക്കാരൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ഈ ആൻറ്റിമാരെ എടുത്ത് കറക്കുക എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പെണ്ണുങ്ങളെ ഒന്നും മടൽ വെട്ടി അടിക്കാനായിട്ട് വീട്ടിൽ ആരും ഇല്ലാത്തത് വളരെ കഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും റീൽസ് ആണെന്നും പറഞ്ഞ് എന്തൊക്കെ കോപ്രായങ്ങളാണ് ഈ മുതുക്കിയിൽ വന്നിരുന്ന് കാണിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയും നിങ്ങൾ മുതുക്കിയല്ലേന്ന്. നമ്മൾ മുതുക്കിയാണെങ്കിൽ നമ്മൾ മാന്യമായിട്ടൊരിടത്ത് ഇരുന്നിട്ട് അടച്ചിട്ട റൂമിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇമ്മാതിരി കുറേ എണ്ണം സോഷ്യൽ മീഡിയയിൽ വന്ന് വെറുതെ ജനങ്ങളെ കൊണ്ട് പറയിക്കാനായിട്ട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും സുനിമോൾ എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, ഭാവിയിലെ രേണുസുധിയായിട്ട് വളരാനായിട്ടുള്ള ശ്രമത്തിലേക്കാണ്. അപ്പോൾ എന്തായാലും ഫാമിലിയിലുള്ള ആളുകൾക്കൊന്നും ഇതിനോട് താല്പര്യമില്ല. അവരൊക്കെ വളരെയധികം ശക്തമായിട്ട് തന്നെ എതിർക്കുന്നുണ്ട്. പക്ഷേ വീട്ടുകാരുടെയൊക്കെ എതിർപ്പിനെയൊക്കെ യാതൊരു തരത്തിലുള്ള വിലയും കൊടുക്കാതെയാണ് ഈ ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ക്ലിപ്പും കൂടി കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം. വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തർ ഈ കാണിച്ചു കൂടുന്ന പ്രഹസനങ്ങളൊക്കെ. യൂട്യൂബ് വഴി ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ശരിക്കും ഇതിൻ്റെയൊക്കെ കോലങ്ങൾ കാണുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് തോന്നാറുണ്ട്. ശരിക്കും മൊബൈൽ ഫോണൊക്കെ എടുത്ത് തല്ലി പൊട്ടിച്ച് കളഞ്ഞാലോ എന്ന് വരെ തോന്നാറുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതുപോലെയുള്ള കാട്ടപരാധങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഒന്നും പറയാനില്ല. ഇതുപോലെ കുറേ ആൻറ്റികളെ ചുമ്മാതെ തീറ്റിപ്പോറ്റുന്ന കുറേ വാഴകളായിട്ടുള്ള ഹസ്ബൻഡുമാർ ഉണ്ടാവാം. അവരെയൊക്കെ കാലുമടക്കി അടിച്ചിട്ടായിരിക്കാം ഇതുപോലെയുള്ള കുറേ എണ്ണ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇവരോടൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള കുറച്ച് ആളുകളുടെ വിധിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവരെയൊക്കെ കാണേണ്ടി വരുന്നുണ്ടല്ലോ. അത് നമ്മളുടെയൊക്കെ ഒരു വിധിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇത് 2026 ഇതിനപ്പുറം ഇനിയും നടക്കാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.